Hello everyone. കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കോൺലാങ് പഠിച്ചു തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കോൺലാങ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റഡ് ലാംഗ്വേജ്. ദുസോൾ എന്ന് പറയുന്ന ഭാഷയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണേ. ദുസോളിന്റെ അർത്ഥം ദു മരവും സോള് ഭാഷയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദുസോൾ എന്ന് പറയുന്ന ഭാഷ നാദ്രസോളിന്റെ ഒരു ഗ്രൂപ്പിലുള്ളതാണ്. നാദ്രസോളിൽ നിന്ന് വരുന്ന ഭാഷകള് ദുസോള്, ഹ്രിയോള്, മഗധി, യൂഗോസി എന്നവരാണ്. അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചുകളുണ്ട്. അതിപ്പോ നമുക്ക് നോക്കണ്ട. ബ്രാഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ഭാഷകൾക്കും ഈ നാദ്രസോളായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഈ ഭാഷകളെല്ലാം ലാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് സംസാരിക്കുന്നത്. ലാഗ് എന്ന് പറഞ്ഞ ഒരു പ്ലാനറ്റ് ആണ്. ദുസോള് പറയുന്ന കുറച്ച് ഐലൻഡ്സ് അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ ഫോട്ടോ ആണ് ഇപ്പൊ തന്നേക്കുന്നത്. ഇനി നമുക്ക് ഭാഷയിലെ അക്ഷരങ്ങളും ഇതെല്ലാം നോക്കാം. ദുസോള് താഴോട്ടാണ് എഴുതുന്നത്. ഒരു ലൈനിന്റെ ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. റ ബ ഹ ത ക ന ച സ ഷ ല വ ദ ഗ മ ജ യ പ ങ ഇത്ര അക്ഷരങ്ങളാണ് ഉള്ളത്. ഷായും ങ്ങായും മാത്രം ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഒരു കണക്ഷൻ ആയിട്ടുള്ള ഒരേ രൂപം പോലെ തിരിച്ച് മറിച്ചിട്ടേക്കണ പോലെ തോന്നും. ഈ ലൈൻ എപ്പോഴും ഉള്ളതാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മൾ വൊവൽ ആഡ് ചെയ്യും അക്ഷരങ്ങളുടെ. ലൈൻ വെറുതെ കിടക്കുമ്പോൾ ആയാണ്. ഷാ പോലെ ഇരിക്കുന്ന പോലെ തന്നെയാണ് എ ഇരിക്കുന്നത്. എ ഇച്ചിരി കൂടി ചെറുതാണ്, പക്ഷെ മേളിലായിരിക്കും ആഡ് ചെയ്യുന്നത്. ഐയും ഔവും ഇ ഉ ഓ ആ പിന്നെ നൾ. നൾ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഇല്ല. ആ ഷ് ഹ് ക്ക് ആ സൗണ്ടാണ് നള്ളെന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു പോയിന്റ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ലൈൻ നിർത്താം. ഊവിൻ്റെയിലും ഓയിലും നോക്കി ലൈൻ കണക്റ്റ് ആവണുണ്ടോ? അങ്ങനെ അടുത്ത് വരുമ്പോൾ ലൈൻസ് കണക്റ്റ് ആവും, അല്ലെങ്കിൽ ഏതാണോ ഷേപ്പ് കണക്റ്റ് ആവും. ഇവിടം വരെ സ്കെച്ച് ബുക്കിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാനൊരു ബോർഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ചെയ്തത്. ഇതിലെ കുറച്ച് സാധനങ്ങളാണ് ഇപ്പൊ പറയാൻ പോണത്. ശിഷാന ആ പോയിന്റിനാണ് പറയണത്. ശിഷാന എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ. ശിഷാന എന്ന് പറഞ്ഞ ശിഷ സൗണ്ട് നാ ഇല്ല. നമ്മളിപ്പോ നള്ളിന്റെ കാര്യം പറഞ്ഞുള്ളൂ. അതാണ് ശിഷന. നൾ വോവലായിട്ട് ആക്ട് ചെയ്യും. കൂടാതെ തന്നെ ആഡഡ് വെൻ ലൈൻ കണ്ടിന്യൂസ്. ലൈൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഇടാറ്. ഒറ്റയ്ക്ക് ഒരു പോയിന്റ് ലെഫ്റ്റോ റൈറ്റോ അങ്ങനെയാണ് ഇടുക. എക്സാമ്പിൾ എന്നുണ്ട് നെമ്മ. നെമ്മ ലൈനിൽ കണ്ടിന്യൂ ചെയ്യേണ്ട കുത്തിട്ടിട്ടുമില്ല. അടുത്തേൽ നോക്കി നെം. അതിൽ ആ പോയിന്റ് ഉണ്ട്, പക്ഷെ ലൈൻ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. മൂന്നാമത്തെ നോക്കി നെം. അതില് ലൈൻ അവിടെ സ്റ്റോപ്പ് ആവാണ്. സൂക്ഷിച്ചോക്കെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും നെമ്മെന്ന് തന്നെയാണ് വായിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. ഹരിപ്പേൽഹുന എന്നാണ് അടുത്തതിന്റെ പേര്. ഹരി എന്ന് പറഞ്ഞാൽ അറിയുക, പെല്ലെന്ന് പറഞ്ഞാൽ വാക്ക്, ഹുന എന്ന് പറഞ്ഞാൽ വട്ടം. ഇതും ഡോട്ടാണ്, പക്ഷെ 2 ഡോട്ട് ഉണ്ടാവും. ഇതെന്തിനാന്ന് വെച്ചാൽ യൂസ് ടു സ്പ്ലിറ്റ് വേർഡ്സ്. ഇത് ലൈനായിട്ടാണല്ലോ എഴുതുന്നത്. അപ്പൊ ഏതാ വാക്കെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വേറെ യൂസ് ഏതാന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ് ഉപയോഗിക്കണമെങ്കിൽ അത് കോമയായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പക്ഷെ 2 കൂടുതലുണ്ടെങ്കിൽ അത് ഫുൾ സ്റ്റോപ്പായി മാറും. എക്സാമ്പിൾ ഓക്കെ. ആദ്യത്തേത് നെമ്മ, 2 കുത്തിട്ടിട്ടുള്ളൂ. അവിടെ എന്താ? നെമ്മ വേറെ വാക്ക്, മാ വേറെ വാക്ക്. രണ്ടാമത്തേലും ഓക്കെ നെം കോമ മാ എന്നാണ് വരുന്നത്. കാരണം അവിടെ 2 പേരാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേല് നെം എന്ന് മാത്രമാണ് വരുന്നത്. കാരണം 3 പേര് ഉപയോഗിച്ചിട്ടുണ്ട്. 3-ന് കൂടുതൽ ഉപയോഗിക്കാം. ഫുൾ സ്റ്റോപ്പ് ആക്കി. ഇനി അടുത്തത് എന്താന്ന് നോക്കാം. അടുത്തതിന്റെ പേര് പവത് പേൽ എന്നാണ്. പവത് പേൽ എന്ന് പറഞ്ഞാൽ പിക്ചർ വേർഡ് യൂസിങ് പിക്ചേഴ്സ് ടു റെപ്രസെന്റ് എ വേർഡ്. പക്ഷെ വരക്കുന്ന രീതിയിലല്ല പേര് വരുന്നത്. വേർഡ് എന്ന് പറഞ്ഞാൽ പി എന്നാണ് ഭാഷയില്. പി എഴുതിയേക്കുന്നത് നോക്കൂ. പക്ഷെ നമ്മള് എന്നും യൂസ് ചെയ്യുന്ന വി ഷേപ്പ് തന്നെയാണ് ഇവരും യൂസ് ചെയ്യുന്നത്. പക്ഷെ അവര് ഭ എന്ന് അതിനിപ്പോ അറിയില്ല. കാരണം ഭ എന്ന് പറഞ്ഞ ആ വി ഷേപ്പാണ്. ഈ കാര്യം സിമ്പിളാണ്, പക്ഷെ ഇച്ചിരി ഡ്രോബാക്ക് ഉണ്ട്. ഇതിൽ ഏതാണ് അമ്മ എന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ഹിന്റ് തരാം. ലെഫ്റ്റിലോട്ട് തലയുള്ളവരെല്ലാം ആണുങ്ങളും റൈറ്റിലേക്ക് തലയുള്ളവരെല്ലാം പെണ്ണുങ്ങളുമാണ്. ഇതാണ് അമ്മ. അമ്മ ഒരു കൊച്ചിനെ പിടിച്ചിരിക്കുന്നുണ്ടോ? എല്ലാ വാക്കുകൾക്കും പവത് പേലില്ല. നമുക്കപ്പോൾ എല്ലാ സൗണ്ടിൽ നിന്നും 2 എണ്ണം വെച്ച് പഠിക്കാം. പവത് പേലുള്ളതും പവത് പേൽ ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റായാണ് ഫസ്റ്റ് ലെറ്റർ. റാ വെച്ച് റാക്കേ ബോയ്. റാ വെച്ച് റേപ്പേ ഗേൾ. ബോയ് ലെഫ്റ്റിലോട്ടും ഗേൾ റൈറ്റിലോട്ടും നോക്കുന്നുണ്ടോ? അത് തന്നെയാണ് വരച്ചേക്കുന്നത്. ബായാണ് അടുത്തത്. ബാ വെച്ച് ബാസേ.
പ്ലാന്റ്. ബ വെച്ച് ബക്ക് ചിക്കൻ. ഹ വെച്ച് ഹാറ പോയ്സൺ. ഹ വെച്ച് ഹെരിവേ സ്പൈസി അല്ലെങ്കിൽ സ്പൈസ്. ത വെച്ച് താരെ. ത വെച്ച് തുണേർ. താരെ സ്റ്റാർ. തുണേർ ക്ലോത്ത്. ക വെച്ച് ക ഹാൻഡ്. ക വെച്ച് കോസെ സൺ. നായാണ് അടുത്ത അക്ഷരം. നാ വെച്ച് നാ മീ. നാ വെച്ച് നിറ കളർ. ചായാണ് അടുത്ത അക്ഷരം. ചാ വെച്ച് ചന്നെ മൂൺ. ചാ വെച്ച് ചുബോ കിഡ്. ചന്നയുമുണ്ട് ജന്നയുമുണ്ട്, കാരണം ഈ ഭൂമിയിൽ 2 ചന്ദ്രനുണ്ട്. സായാണ് അടുത്ത അക്ഷരം. സാ വെച്ച് സാ സോങ്. സാ വെച്ച് സാഷി ഫ്രൂട്ട്. ഷായാണ് അടുത്ത അക്ഷരം. ഷാ വെച്ച് ഷൊറി ബോഡി. ഷാ വെച്ച് ശില വെപ്പൺ. ലായാണ് അടുത്തത്. ലാ വെച്ച് ലോക്കി യൂണിവേഴ്സ്. ലാ വെച്ച് ലാക്ക വേൾഡ് ഇവരുടെ ലോകം. വായാണ് അടുത്തത്. വാ വെച്ച് വാത്തെ ലവ്. വാ വെച്ച് വാനെ പ്ലാന്റെയിൻ. ദാ വെച്ച് ദു ട്രീ. ധാ വെച്ച് ദുലെ വിൻഡോ. ഗായാണ് അടുത്തത്. ഗാ വെച്ച് ഗാഷി ഒക്ടോപ്പസ്. ഗാ വെച്ച് ഗുരോ എന്ന് പറഞ്ഞാൽ ലീഡർ. മായാണ് അടുത്തത്. മാ വെച്ച് മാ മദർ. മാ വെച്ച് മിമി ഫിഷ്. 2 ചന്ദ്രനുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത ജ ജന്നെ. ജാ വെച്ച് ജാക്ക എന്ന് പറഞ്ഞ മാർക്കറ്റ്. യായാണ് അടുത്ത അക്ഷരം. യാ വെച്ച് യുദ്ധ ബാറ്റിൽ. യാ വെച്ച് യയ്യ മീനിങ് ജമ്പ്. പായാണ് അടുത്ത അക്ഷരം. പാ വെച്ച് പൈസ ഹൗസ്. പാ വെച്ച് പാ ഫാദർ. ങ്ങായാണ് അവസാനത്തെ അക്ഷരം. ങ കമ്പാരിറ്റീവ്ലി ന്യൂ ലെറ്റർ ആണ്. ങ വെച്ച് തുടങ്ങുന്ന മിക്ക വാക്കുകളും കുറവാണ്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ തന്നേക്കുന്നത് വേറൊരു ഭാഷയിൽ തർജ്ജിമ ചെയ്തിട്ടുള്ളതാണ്. ങ്ങൽ റോക്ക്, പിന്നെ മിങ് ഫിഷ്. ദുസോളിലെ എല്ലാ ഗ്രാമറും മലയാളത്തിൻ്റെ പോലത്തെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം ദുസോളുടെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്ക് കാണുന്നവരേക്കും ബായ്.